നമസ്തേ, എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻ്റർനാഷണൽ ടാക്സേഷൻ്റെ രീതിയിൽ വരുന്ന, അതായത് ഇൻട്രസ്റ്റ് നോൺ റെസിഡൻസ്, അതായത് പുറത്തുള്ള വ്യക്തികൾ, നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഇന്ത്യയിൽ വരുന്ന ഇൻകത്തിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ എങ്ങനെയാണ് ടാക്സേഷൻ വരുന്നത്. അതായത് ഇൻട്രസ്റ്റ് ടാക്സേഷൻ ഓഫ് എ നോൺ റെസിഡൻറ്റ് എന്നാണ് അത് വരുന്നത്. സോ എന്താണ് നമ്മൾ ഈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? സെക്ഷൻ 228 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നത് വെച്ചാൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് നമ്മളിപ്പം എന്തെങ്കിലും ഒരു ലോണായിട്ടോ അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ്സ് ആയിട്ടോ സെക്യൂരിറ്റീസ് ആയിട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് ഞാൻ ഒരു ലോണായിട്ട് ഒരു വ്യക്തി ഇന്ത്യൻ റെസിഡൻറ്റിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഞാൻ കുറച്ച് പൈസ കൊടുത്തു. ഞാനൊരു നോൺ റെസിഡൻറ്റ് പേഴ്സണാണ്, പുറത്തുള്ള വ്യക്തിയാണ്. സോ അവരെനിക്ക് ആ പൈസ കൊടുത്തതിൻ്റെ മേലുള്ള ഒരു കൺസിഡറേഷൻ ഇതിൽ മന്ത്ലി ഒരു ഇൻകം തരുന്നു. അത് ഒരു പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ ഒരു ഡിബഞ്ചേഴ്സിൽ ഡെപ്റ്റ്സിൽ ഒക്കെ നമ്മൾ ഗവൺമെൻറ് കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ്, വേറെ ഏതെങ്കിലും ബോണ്ടിൽ അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് ആയിട്ടുള്ള എന്തെങ്കിലും ബോണ്ട് ഇഷ്യൂ ചെയ്ത കമ്പനിയിൽ അതിൻ്റെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഡൻ്റാണ് വരുന്നത്. പക്ഷേ ഇങ്ങനത്തെ സെക്യൂരിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുന്നത് തന്നെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് ഒരു മന്ത്ലി ആയിട്ട് കിട്ടുന്ന ഒരു വരുമാനത്തിന് മന്ത്ലിയോ അല്ലെങ്കിൽ വാർഷികമായിട്ടോ കിട്ടുന്ന ഒരു വരുമാനത്തിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇത് ഇന്ത്യയിലെ ഇൻകം ടാക്സ് അനുസരിച്ച് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ള ഒരു ഹെഡിലാണ് ഇത് കാണിച്ചു വരുന്നത്. സെക്ഷൻ 9 പ്രകാരം, അതായത് ഇൻകം ഡീംഡ്, ഇന്ത്യയിൽ വരുന്ന എല്ലാ ഇൻകത്തിനും അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്ന ഇൻകത്തിനെല്ലാം ഇൻകം നമുക്ക് ടാക്സബിലിറ്റി ആണ്. അങ്ങനത്തെ ഒരു പ്രൊവിഷൻ നമുക്കുണ്ട് സെക്ഷൻ 9 പ്രകാരം, ഡീം ടു റിസീവ്ഡ് ഓർ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇപ്പം നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർസ്, ആ കമ്പനി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയല്ല. ഇന്ത്യയിൽ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതല്ല, ഇന്ത്യയിൽ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തൊരു കമ്പനിയാണെന്ന് വെച്ചു. സോ നമ്മൾ ആ കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങി, നമ്മൾ ആ കമ്പനിയുടെ ഷെയർ നമ്മൾ വിൽക്കുക, നോൺ റെസിഡൻറ്റ് എന്ന രീതിയിൽ നമ്മൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്താൽ നമുക്ക് ടാക്സബിലിറ്റി ആണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് പലരും എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഈ കമ്പനിക്ക് നമുക്ക് ഇന്ത്യയിൽ നമ്മൾ കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങുകയും ആ കമ്പനിയുടെ ഷെയർ നമ്മൾ വിൽക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ആ കമ്പനിക്ക് ആ ഷെയർ മുഖാന്തരം എന്തെങ്കിലും ഒരു അസറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലാഭമോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരു മെജോറിറ്റി ഹാൻഡ്സ് വരുന്നുണ്ടെങ്കിൽ ആ ഷെയർ മുഖാന്തരം, അതായത് ഇന്ത്യയിൽ നിങ്ങൾ അസറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു ബിൽഡിങ്, മെഷീനറി അല്ലെങ്കിൽ ഫാക്ടറി അങ്ങനത്തെയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷെയർസിന് മുകളിൽ നമ്മൾ ടാക്സബിലിറ്റിയാണ്. അപ്പോൾ ആ കമ്പനിക്ക് ഇന്ത്യയിൽ വരുന്ന അസറ്റുകൾ 10 കോടിക്ക് മേലെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഷെയർ 50% മുകളിലുണ്ടെങ്കിൽ, ആ കമ്പനിയിൽ മുകളിലുണ്ടെങ്കിൽ അതാണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന് ഇന്ത്യയിൽ നമ്മൾ ടാക്സബിൾ ആയിരിക്കും. സോ ഇന്ത്യയിൽ 10 കോടിക്ക് മേലെ വസ്തുക്കളുള്ള ഒരു കമ്പനി, അല്ലെങ്കിൽ 50% മുകളിൽ ഷെയർ ഉള്ള ഒരു കമ്പനിക്കാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയർസ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ, ഈവൻ ദോ ആ കമ്പനി നമ്മൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആ കമ്പനിയുടെ ഷെയർ വാങ്ങി വെക്കുമ്പോൾ നമ്മൾ അതിന് ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസാക്ഷൻ നമ്മൾ ടാക്സബിലിറ്റി കൊടുക്കേണ്ടി വരും. 12% അല്ലെങ്കിൽ 20% നമ്മൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ നിവർത്തിയുള്ളൂ. അതിന് ആ കമ്പനി ടാക്സ് ഡിഡക്റ്റ് ചെയ്യാനും താല്പര്യം ഉണ്ടാവും, അവർ ടാക്സ് കട്ട് ചെയ്യേണ്ട ടാക്സിലിറ്റി. ഇനി ഈ കമ്പനി തന്നെ ഇത് എങ്ങനെയാണ് ഈ ഷെയർസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ 10 കോടിക്ക് മേലെ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു. അപ്പോൾ ഈ കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമ്മളൊരു വാല്യൂവറെ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സോ ആ വാല്യൂവർ എന്ന് വെച്ചാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രിസ്ക്രൈബ് ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തിനെ, ഗവൺമെൻറ് അംഗീകരിച്ചൊരു വ്യക്തിയായിരിക്കാം ഈ ഷെയർസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഷെയർസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ അന്നേ ദിവസം നമ്മൾ വിൽക്കുന്ന ദിവസം ഈ കമ്പനിയുടെ ഷെയർസിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്ര റേറ്റാണോ ഉള്ളത് അത് പ്ലസ് ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്മുടെ ഷെയർ എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഹരിക്കണം. നമ്മുടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വരുന്ന വാല്യൂവിൻ്റെ മുകളിൽ നമുക്ക് എത്രയാണോ ഷെയർ ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സിബിലിറ്റി കൊടുക്കേണ്ടി വരും. അതായത് ഒരു ഫെയർ മാർക്കറ്റ് വാല്യൂ, നമ്മൾ അന്നത്തെ ദിവസം ആ കമ്പനിക്കുള്ള ഷെയർസിൻ്റെ മുകളിൽ മാർക്കറ്റ് വാല്യൂവിൻ്റെ മുകളിൽ നമ്മൾ ടാക്സിബിലിറ്റി കൊടുക്കേണ്ടി വരും. നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമ്മൾ ടാക്സിബിലിറ്റി കൊടുക്കേണ്ടി വരും. ഇത് വാല്യൂ ചെയ്യേണ്ടത് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ ഒരു വാല്യൂവർ എന്ന് പറയുന്ന സ്പെസിഫൈഡ് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് മാത്രമേ വാല്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ മെർച്ചൻറ്റ് ബാങ്കേഴ്സിന് മാത്രമേ വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അവർ വാല്യൂ ചെയ്തിട്ടാണ് ആ കമ്പനിയുടെ ഷെയർ കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് കമ്പനി അല്ല, വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പാർട്ട്ണർഷിപ്പ് കൺസേണോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കൺസേൺ ആയാൽ പോലും അതിൻ്റെ വാല്യൂവേഷൻ ഇതേ രീതിയിൽ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടോ അല്ലെങ്കിൽ മെർച്ചൻറ്റ് ബാങ്കറോ നമ്മളിത് കണ്ടുപിടിച്ചിട്ട് എത്രയാണോ ഷെയർ ഉള്ളത് ആ വാല്യൂ നമ്മൾ ഗുണിക്കുക അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വരുന്ന വാല്യൂവിൻ്റെ മുകളിൽ നമ്മൾ ടാക്സബിലിറ്റി കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻ്റ് എന്ന സംഭവമുണ്ട്. അതായത് ഇന്ത്യയും പല രാജ്യങ്ങളുമായിട്ട് ഒരു ടാക്സേഷന് വേണ്ടിയിട്ട് ഒരു ടാക്സ് ഇതുണ്ടാക്കുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ ആയിട്ടുണ്ട്, ഇന്ത്യ നെതർലാൻഡ്സ് ആയിട്ടുണ്ട്, ഇന്ത്യ US ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്തുകളിൽ നമ്മുടെ അവരുമായിട്ടുള്ള എഗ്രിമെൻറ്റ് നമുക്ക് ബാധകമാവും. ഇന്ത്യയും സിംഗപ്പൂരുമായിട്ട്
അല്ലെങ്കിൽ ഇന്ത്യയും നെതർലാൻഡ്സുമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയയായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയും US ആയിട്ട് ഒരു ടാക്സിബിലിറ്റി കരാർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. സോ ആ കരാർ പ്രകാരം നമ്മളെ ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സിബിലിറ്റി ഇത്രയേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ ആ റേറ്റ് ഉണ്ടെങ്കിൽ ആ റേറ്റിലായിരിക്കും നമ്മുടെ ടാക്സിബിലിറ്റി പ്രൊവിഷൻ വരിക. അത് നമ്മൾ ഏത് കൺട്രിയിലാണ് ടാക്സ് ചെയ്യേണ്ടതെന്ന് അത് കൃത്യമായി പറയും. കോൺട്രാക്ടിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സോഴ്സ് സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ടാവും. ആ സ്റ്റേറ്റിൽ നമ്മൾ ടാക്സിബിലിറ്റി ആവും. അപ്പോൾ ചിലപ്പോൾ ചില കൺട്രീസിന് അവരുടെ മദർ ലാൻഡിൽ, ഇപ്പോൾ നമ്മൾ US വ്യക്തിയാണെങ്കിൽ US ചിലപ്പോൾ അത് ടാക്സ് ചെയ്യുക, അല്ലെങ്കിൽ അവർ പറയുന്നുണ്ടാവും അത് ഇന്ത്യയിൽ ടാക്സ് ചെയ്യുക എന്ന് പറയുന്നുണ്ടാവും. സോ എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും അത് ടാക്സേഷൻ വരിക, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് പ്രകാരം. സോ വൺസ് നമ്മളത് ടാക്സിബിലിറ്റി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷൻ വെച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്, ആ റേറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അതിപ്പോൾ ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കുറവാണെങ്കിൽ നമുക്കത് ലാഭം, അല്ല മറ്റേ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് പ്രകാരം കുറവെങ്കിൽ നമുക്കത് എടുക്കാം. ഏതാണോ അസോസിക്ക് ബെനിഫിറ്റ് അത് നമുക്ക് എടുക്കാം. ഇനി നമ്മൾ വൺസ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വ്യക്തി അപ്പോൾ ആ കൺട്രിയിൽ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്, ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ അത് ടാക്സ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഇൻകം കിട്ടുന്നതെങ്കിൽ നമുക്കത് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇന്ത്യയിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. പക്ഷേ ആ ടാക്സ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞിട്ട് അത് നമുക്ക് ആ ക്രെഡിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് TDS പോലെ തന്നെ നമുക്ക് ആ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. അത് പ്രകാരം നമുക്ക് അത്രയും ടാക്സ് നമുക്ക് ഇന്ത്യയിൽ അടക്കേണ്ടി വരില്ല. ആ ക്രെഡിറ്റ് നമുക്ക് എപ്പോഴായാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക. വൺസ് അഗൈൻ രതീഷ് സൈനിങ് ഓഫ്.